വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് ഇന്നത്തെ ആ വചന സന്ദേശത്തിലേക്കും അനുഭവ സാക്ഷ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് ലോകം എമ്പാടും എത്തിക്കുന്ന ഈ ശുശ്രൂഷയിൽ അത് സാധ്യമാക്കി തീർത്ത 2 വ്യക്തികൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ബഹ്റൈനിൽ നിന്നുള്ള സണ്ണി കേവിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ മകൻ ജാക്സൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജാക്സൺ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ജാക്സൻ്റെ ബർത്ത്ഡേയിൽ ദിവസത്തിൽ കർത്താവ് തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന സകല ബർത്ത്ഡേ ബ്ലെസ്സിങ്സ് തൻ്റെ മേൽ വന്ന് ചേരട്ടെ. മാത്രമല്ല, തൻ്റെ മേൽ ഇതുവരെ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. ഈ കുടുംബത്തെ മുഴുവൻ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, സകല നന്മകളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കോതമംഗലത്തു നിന്നുള്ള ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾക്ക് നല്ല ആരോഗ്യം നൽകണമേ, സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിൽ വളരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ 2 കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന നവംബർ 6 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കട്ടപ്പന. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം നവംബർ 7 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ദൈവം ചെയ്ത് വലിയൊരു അത്ഭുതം പറയുവാനാണ് താൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. താൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലെ TVS മോട്ടോഴ്സിലാണ് താൻ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ മാസത്തിൽ സെപ്റ്റംബർ 4-ാം തീയതി ഓഫീസിൽ അന്ന് ചെന്നൈയിൽ പോയിട്ട് നാട്ടിലോട്ട് വരുന്ന വഴി ഏകദേശം ചെന്നൈയിൽ നിന്നും വണ്ടിയെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനിൽ അപ്രതീക്ഷിതമായി ചില ട്രെയിനിൻ്റെ ബോഗികൾ വല്ലാതെ ചരിയുന്നതൊക്കെ തനിക്ക് തോന്നി. താൻ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്തു. ഇങ്ങനൊരു വിഷയം ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, പുതിയൊരു പാളം വെച്ചത് കൊണ്ടാണ് ട്രെയിൻ ഇങ്ങനെ അപ്രതീക്ഷിതമായി ചില ചരിയലും ഉലച്ചിലും ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ യാത്ര തുടർന്നു കൊണ്ടുപോകുന്നു. പക്ഷേ തൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം വരുന്നത് പോലെ താൻ അങ്ങനെ ഇരിക്കുമ്പോൾ താൻ യാത്ര ചെയ്യുന്നത് S11 എന്ന് പറഞ്ഞ കോച്ചിലാണ് താൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ RPF ഉദ്യോഗസ്ഥർ കടന്നു വന്നപ്പോൾ താൻ ഇങ്ങനെ പങ്കുവച്ചപ്പോഴേക്കും അവർ പറഞ്ഞു, ഈ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ തിരക്ക് കൂടുതലായതുകൊണ്ട് കുറച്ച് പേരെ S4 പോകണമെന്ന് പറഞ്ഞ് തന്നെയും കുറച്ച് പേരെയും കൂടെ S4 പറഞ്ഞയച്ചു. ഇദ്ദേഹം ബാഗും എല്ലാം എടുത്ത് S11 നിന്നും S4 വരെയും സഞ്ചരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു വാർത്ത കേട്ടു. അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ട്രെയിൻ ആക്സിഡൻ്റായി. പാളത്തിലെ മിസ്റ്റേക്ക് മൂലം S11 മുതൽ 5 ബോഗികൾ തമ്മിൽ ഉരസി ഒരു തീപിടുത്തമുണ്ടായി. ട്രെയിനിൻ്റെ ബോഗികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. 29 പേർ അന്നത്തെ ആക്സിഡൻറ്റിൽ മരിക്കുവാനിടയായി. അത് താൻ പറഞ്ഞ നാടിനെ നടുക്കിയ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരം തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റി. താൻ പറയുന്നത് ഇങ്ങനെയാണ്, S11 നിന്ന് S4 എത്തിയ ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരുപാട് പേര് അന്നത്തെ ദിവസം മരിക്കുകയുണ്ടായി. പക്ഷേ ദൈവം തന്നെ ആ ഒരു ആക്സിഡൻറ്റിൽ നിന്നും അത്ഭുതകരമായി തന്നെ വിടുവിച്ചു എന്ന് താൻ ഇന്ന് സാക്ഷ്യം പറയുന്നു. നിമിഷങ്ങൾക്കകത്ത് ജീവൻ രക്ഷ പ്രാപിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഞങ്ങൾ വരാൻ തുടങ്ങിയ നാൾ മുതൽ കാണുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത്. ഹല്ലേലൂയ.
ആമേൻ, കർത്താവ് തൻ്റെ മക്കളെ എത്ര മാത്രം പരിപാലിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. തീർച്ചയായിട്ടും ആ വാർത്ത ഒരു ദുഃഖകരമായ വാർത്തയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവ് പരിപാലിച്ചു. കരങ്ങളെ അടിച്ച് യേശുവിന് മഹത്വം കൊടുത്താൽ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, വലിയൊരു ആപത്തിൽ നിന്ന് തന്നെ അങ്ങ് വിടുവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. നിസ്സാര സെക്കൻഡുകളുടെ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണല്ലോ തൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ പ്രാണൻ ഭദ്രമായിരിക്കും ഞങ്ങൾ അറിയുന്ന കർത്താവേ. അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. നവംബർ 10 ചൊവ്വാഴ്ച SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. And today I'm going to speak on the wonderful supplier. അത്ഭുതവാനായ ദാതാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. Our God is a wonderful supplier. നമ്മുടെ ദൈവം അത്ഭുതവാനായ ഒരു ദാതാവാണ്. God has supplied everything lavishly in this universe, in this nature. ഈ പ്രപഞ്ചത്തിൽ ദൈവം അതിനാവശ്യമായതെല്ലാം വളരെ ധാരാളിത്തത്തോടുകൂടി പകർന്നു കൊടുത്തവനാണ്. Our God is not a stingy God. Our God is a very, very lavish God. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ പിശുക്കനായ ദൈവമല്ല, നമ്മുടെ ദൈവം എല്ലാം ധാരാളമായി നൽകുന്നവനാണ്. And our God is an unlimited God. നമ്മുടെ ദൈവത്തിന് പരിമിതികളില്ലാത്ത ദൈവമാണ്. This is because His treasury, His resources, His storehouse never run short of anything. ഇതിൻ്റെ കാരണം ഇതാണ്, ദൈവത്തിൻ്റെ സംഭരണശാല, ദൈവത്തിൻ്റെ ശേഖരണി എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരിക്കലും അവിടെ തീർന്നു പോകുകയില്ല. The Bible says all heavens declare the beauty of the Lord. ബൈബിൾ പറയുന്നു സ്വർഗങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നു. And it also shows the greatness of our God. അത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് അത് വെളിപ്പെടുത്തി പറയുന്നത്. And God's nature is revealed through this nature. ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ ഇവിടെ കാണുന്ന ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. If you read Romans chapter 1 and verse number 20, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. Paul is writing, for since the creation of the world, God's invisible qualities, His eternal power and divine nature have been clearly seen, being understood from what has been made, so that people are without excuse. റോമർ 1:20, അവൻ നിത്യശക്തിയും ദൈവകത്വവുമായ അവൻ്റെ അദൃശ്യ സ്വഭാവങ്ങൾ ലോകാരംഭം മുതൽ അവൻ്റെ സൃഷ്ടികളിലൂടെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. When we read, the Bible says, no one has ever seen God with their eyes. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയും, ഒരു മനുഷ്യനും തൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. None of us has seen God. നമ്മൾ ആരും തന്നെ നേരിട്ട് ദൈവത്തെ കണ്ടിട്ടില്ല. But if we look at this nature, we can see the revelation or manifestation of the character, the omnipresence, the omnipotence and the greatness, the almightiness of our God. എന്നാൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ സൃഷ്ടിയെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ സർവ്വശക്തിയെയും സർവ്വവ്യാപിത്വത്തെയും എല്ലാം നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ പ്രപഞ്ചത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. When you travel around on a bike or in a private bus or in a train or in an aircraft, don't
just simply sit there seeing the things around in a dull mind with a gloomy heart, but look at the nature to see the greatness of God. നിങ്ങൾ ഒരു ബൈക്കിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കാണുന്ന സാധനങ്ങളെല്ലാം ചുമ്മാ നമ്മളങ്ങ് നോക്കി കാണുകയല്ല. അത് കാണേണ്ടത് ദൈവം എത്ര അതിശയകരമായിട്ടാണ് ഈ സകലത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് നോക്കി കാണേണ്ടതാണ്. Usually when I travel and when I look at the beautiful landscape, the greenery, the trees, the oceans, the rivers, the mountains, the valleys, the birds, the animals, the beautiful creation of God, worship wells up or springs up from my heart. ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല സമുദ്രങ്ങൾ കാണുമ്പോൾ അങ്ങനെയുള്ള പ്രകൃതി രമണീയമായ ഒത്തിരി ഇത് കാണുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള ആരാധന അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതാണ്. Many people think that we can worship the Lord only on Sundays. ഒത്തിരി ആളുകളും ചിന്തിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് ഞായറാഴ്ച മാത്രമേ അതിന് കഴിയുകയുള്ളൂ. They think that that is the day assigned for worshiping the Lord. അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഞായറാഴ്ച മാത്രമാണ് ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ദിവസം. And many others think that we have to sing a song to worship the Lord. ചില ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊരു പാട്ട് പാടിയാൽ മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. No, without songs we can worship the Lord. പാട്ടുകൾ കൂടാതെ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. From our spirit to the Lord's Spirit, we can transfer the honor, the respect and the worship and appreciation for God. നമ്മുടെ ആത്മാവിൽ നിന്ന് ആത്മാവാകുന്ന ദൈവത്തിലേക്ക് നമ്മുടെ ആരാധനകൾ, നമ്മുടെ പുകഴ്ചകൾ, നമ്മുടെ എല്ലാം ദൈവത്തിലേക്ക് നമുക്ക് സ്തുതികളെല്ലാം അർപ്പിക്കാവുന്നതാണ്. That's why in John chapter 4 and verse number 24 Jesus says, the true worshippers will worship the Lord in spirit and in truth. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സത്യ ആരാധനക്കാർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാളുകൾ വരികയാണ്. Because our God is a spirit. കാരണം നമ്മുടെ ദൈവം ആത്മാവാകുന്നു. Hallelujah. Hallelujah. So we have to train ourselves to worship the Lord. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശീലിപ്പിക്കേണ്ടതാണ്. Now what I'm trying to say is, through all the created worlds and the universe and the nature, the earth, God is speaking to us one thing. He is a wonderful supplier in our lives. നമ്മൾ ഈ ലോകത്തെ പ്രപഞ്ചത്തെ കാണുകയാണെങ്കിൽ, ഭൂമിയെ കാണുകയാണെങ്കിൽ അവിടെ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്വർഗത്തിലെ പിതാവ് എന്ന് പറയുന്നത് വളരെ അത്ഭുതവാനായ ഒരു ദാതാവാണ്. Hallelujah. Hallelujah. If you search through the Bible, നമ്മൾ ബൈബിളിലുടനീളം നമ്മൾ if you പരിശോധിക്കുകയാണെങ്കിൽ, search through the history, നമ്മൾ ചരിത്രം ഉടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ we can understand one thing. നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ God കഴിയും. has a long history of taking care of the created things in this world. താൻ സൃഷ്ടിച്ച ഓരോ സൃഷ്ടിജാലങ്ങളെയും അതിനെ പരിപാലിക്കുന്ന, അതിനാവശ്യമായത് പകർന്നു കൊടുക്കുന്ന വലിയ കാര്യങ്ങൾ നമുക്കത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും. He supplies everything amply to all the living creatures. ദൈവം തൻ്റെ ജീവിക്കുന്ന എല്ലാത്തിനും അതിനാവശ്യമായതെല്ലാം ധാരാളമായി നൽകുന്നവനാണ്. Especially he gives everything for the people, men and women who are created in his image and in his likeness. പ്രത്യേകമായി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏറ്റവും അധികം കരുതുകയും അവന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. Can you shout a big hallelujah? വലിയൊരു ഹല്ലേലൂയ പറയാമോ? Always remember one thing, each and every one of us, our image is different. Some are dark, some are fair, some are white. Our physical stature is different, but the Bible says all of us, we are created
in the image and likeness of God, Genesis 1:27. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ രൂപം നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളാണ്. ചിലരൊക്കെ കറുത്തിട്ടാണ്, ചിലരൊക്കെ വെളുത്തിട്ടാണ്, ചിലർക്ക് ശരീരത്തിൽ വളരെ വ്യത്യാസമുണ്ട്, പൊക്കമുള്ളവർ, വണ്ണമുള്ളവർ. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 1-27 പറയുന്നത് മനുഷ്യരായ ഓരോരുത്തരെയും ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് താൻ സൃഷ്ടിച്ചിരിക്കുന്നത്. The Bible is full of stories of God supplying so many good things to his children. ബൈബിൾ മുഴുവൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ലതിനെ ദൈവം കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. From the beginning, that is God's nature. ആദ്യം മുതൽ ദൈവത്തിന്റെ സ്വഭാവം അതാണ്. You know, the first created couple, Adam and Eve, they sinned against God. ആദ്യത്തെ നമ്മൾ സൃഷ്ടിച്ച ദൈവം ആദ്യം സൃഷ്ടിച്ച ദമ്പതികളായ ആദാമും ഹൗവയും ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്തു. And after that they started feeling nakedness. അതിനുശേഷം അവർക്ക് നഗ്നത അനുഭവപ്പെടുവാൻ തുടങ്ങി. Even though they had fallen from God, from the relationship, God started supplying things to their life. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് വീണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവർ അകന്നു പോയെങ്കിൽ കൂടെ അവർക്ക് ആവശ്യമായത് ദൈവം അവർക്ക് നൽകുവാൻ തുടങ്ങി. God gave them clothing. അവർക്ക് ദൈവം ആവശ്യമായ വസ്ത്രങ്ങൾ നൽകി. God started giving them food. ദൈവം അവർക്ക് ഭക്ഷണം നൽകുവാൻ തുടങ്ങി. God started to give them children. ദൈവം അവർക്ക് മക്കളെ നൽകുവാൻ തുടങ്ങി. God started to give them houses. ദൈവം അവർക്ക് വീടുകളെ നൽകുവാൻ തുടങ്ങി. So even though there was sin in their life, God gave them everything that they need in this world. അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടെ ദൈവം അവർക്ക് ആവശ്യമായതെല്ലാം ഒന്നിന് പിറകെ ഒന്നായി നൽകിക്കൊണ്ടിരുന്നു. So in the history, God was the supplier of food, shelter, water, clothing, and all the basic needs in life. നമ്മൾ ചരിത്രം മുഴുവൻ എടുത്ത് പഠിച്ചു നോക്കുകയാണെങ്കിൽ ദൈവം തൻ്റെ മക്കൾക്ക് അവർക്കാവശ്യമായ സംരക്ഷണം, അവർക്കാവശ്യമായ വീട്, അവർക്കാവശ്യമായ ഭക്ഷണം, അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ എന്നുള്ള അടിസ്ഥാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും ദൈവം നൽകിക്കൊണ്ടിരുന്നു. One of the things, negative things that grip human heart is the cares of this life. ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ മുറുക്കെ പിടിച്ച ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് ഈ ലോകത്തിന് വേണ്ടിയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ആദി. Hello. When the children are growing, അവരുടെ കുട്ടികൾ വളർന്നു and വരുമ്പോൾ, the school reopening time comes, അവരുടെ സ്കൂൾ തുറക്കുന്ന സമയം വരുമ്പോൾ, when the marriage of their children come, അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം അടുത്ത് വരുമ്പോൾ, parents have a special concern and a worry for everything. How will I manage everything? മാതാപിതാക്കളുടെ ജീവിതത്തിൽ വളരെയധികം ആദിയും വളരെയധികം ദുഃഖവും വരികയാണ്, നിരാശ വരികയാണ്. എങ്ങനെ ഞാൻ ഈ പ്രശ്നത്തെ നേരിടും, എങ്ങനെയാണ് എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി കൊടുക്കും? Have a lot of debts. How will I pay off all the debts? എൻ്റെ ഒത്തിരി കടങ്ങൾ നിലനിൽക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ ഈ കടങ്ങളൊക്കെ കൊടുത്തു വീട്ടും? I'm living in rented houses. How can I have my own house? ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്, എങ്ങനെ എനിക്ക് എൻ്റെ സ്വന്തമായ ഒരു വീട്ടിൽ എനിക്ക് താമസിക്കുവാൻ കഴിയും? Can I tell you something this morning? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Our God is a wonderful supplier. നമ്മുടെ ദൈവം അത്ഭുതവാനായ ഒരു ദാതാവാണ്, നൽകുന്നവനാണ്. We hear testimony after testimony of how God providing people in their daily needs. നമ്മൾ ഓരോ ദിവസവും സാക്ഷ്യങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ നല്ലവനായ ദൈവം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതെന്ന്. ഹല്ലേലൂയ. Hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. So if we can look to God, the source and resource, He will supply everything. സകലത്തിന്റെ ഉറവിടമായ ദാതാവായ
ദൈവത്തിങ്കിലേക്ക് നമുക്ക് നോക്കുവാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ സകലതും ആ ദൈവം നമുക്ക് നൽകുന്നതാണ്. God can give us everything that we need in our lives. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് എല്ലാം നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുന്നതാണ്. Look here, please. നിങ്ങൾ എല്ലാവരും എന്നെ നോക്കിയാൽ God can supply food every day, ദൈവത്തിന് നമുക്ക് ആവശ്യമായ ആഹാരം എല്ലാ ദിവസവും നൽകാൻ കഴിയുന്നതാണ്. water every day, എല്ലാ ദിവസവും വെള്ളം നൽകുവാൻ കഴിയുന്നതാണ്. nutritions every day, നമുക്ക് ആവശ്യമായത് എല്ലാം ദൈവത്തിന് നൽകുവാൻ കഴിയുന്നതാണ്. clothing every day. നമുക്ക് ആവശ്യമായ വസ്ത്രം നൽകുവാൻ കഴിയുന്നതാണ്. God can supply houses. ദൈവത്തിന് നമുക്ക് വീടുകൾ നൽകുവാൻ God can കഴിയും. supply land. ദൈവത്തിന് നമുക്ക് സ്വന്തമായി സ്ഥലങ്ങൾ നൽകുവാൻ കഴിയും. If you are a childless couple, God can supply children. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുവാൻ ദൈവത്തിന് കഴിയുന്നതാണ്. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചിലർ you have a sense of failure in your life. നിങ്ങൾ ആരൊക്കെയോ ചിലർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു പരാജയത്തിന്റെ ഒരു ഭീതി നിറഞ്ഞവരായിട്ടാണ് I'm a ഇരിക്കുന്നത്. failure as a businessman. ഞാനൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഒരു I'm വലിയ a പരാജയം. failure in marriage. എന്റെ കുടുംബജീവിതം ഒരു I'm a പരാജയത്തിലാണ്. failure in earning money. ഞാൻ പണം സമ്പാദിക്കുന്നതിൽ ഒരു I'm a പരാജയമാണ്. failure in studies. ഞാൻ പഠിക്കുന്നതിൽ ഒരു I'm പരാജയമാണ്. a failure in athletics. ഞാൻ അത്ലറ്റിക്സിൽ കായികമായ കാര്യങ്ങളിൽ ഞാൻ ഒരു പരാജയമാണ്. But this wonderful God can give you victory in your life. എന്നാൽ ഈ അത്ഭുതവാനായ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നൽകുവാൻ കഴിയുന്നവനാണ്. Hallelujah. ഹല്ലേലൂയ. The Holy Spirit wants to correct something in your life today. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ചില കാര്യങ്ങളെ നേരെയാക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. The Holy Spirit wants to uproot and pluck out all the sense of failures, spirit of failures in your life, and He wants to implant the spirit of success and victory and triumph in your life. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പരാജയങ്ങളും എല്ലാ തോൽവികളും അതിന്റെ എല്ലാ ചിന്തകളും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതെടുത്ത് കളഞ്ഞിട്ട് വിജയത്തിന്റെ ഒരു ആത്മാവിനെ, വിജയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ നടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. 2 Corinthians chapter 9 and verse number 8. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. And God is able to bless you abundantly, so that in all things at all times, having all that you need, you will abound in every good work. നിങ്ങൾ സകലത്തിലും എപ്പോഴും അഭിവൃദ്ധിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരുവാൻ നിങ്ങളിൽ സകല കൃപയും വർദ്ധിക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. God is able to bless me abundantly. ദൈവം എന്നെ സകലത്തിലും അനുഗ്രഹിക്കുവാൻ കഴിവുണ്ട്. And then it says, so that in all things, at all times, having all that you need, you will abound in every good work. നിങ്ങൾ സകലത്തിലും എപ്പോഴും അഭിവൃദ്ധിയുള്ളവരായി സകല സൽപ്രവർത്തികളിലും വർദ്ധിച്ചു വരുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കും. Hallelujah. ഹല്ലേലൂയ. Shout a big hallelujah to the Lord. വലിയൊരു ഹല്ലേലൂയ കൈകൾ ഉയർത്തി പറഞ്ഞാൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന നവംബർ 6 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കട്ടപ്പന. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം നവംബർ 7 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും അദൃശ്യമായ ഞങ്ങളുടെ കൈകൾ നീട്ടി അങ്ങ് തൊടണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു പേടിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി. അതിനുശേഷം മാനസിക നില തെറ്റിയ ചില വ്യക്തികളെ ഇന്നിപ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞ് കാണും, പക്ഷേ ആ അവസ്ഥയിലായിരിക്കും. ഇന്നും അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു അബ്യൂസോ അല്ലെങ്കിൽ ത്രെട്ടോ പരിഹാസമോ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കാണുകയൊക്കെ ചെയ്തിട്ട് ഷോക്കിലൂടെ അതേ
മാനസികാവസ്ഥയിൽ തുടരുന്ന ചിലരെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നും പൂർണ്ണമായ സുബോധത്തിലേക്ക് അവർ മടങ്ങി വരട്ടെ. ആ മെൻ്റൽ ഷോക്കിൽ നിന്നും പുറത്തു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് കാണുന്നു. കർത്താവെ, ദൈവിക സമാധാനം അവർക്ക് കൊടുത്ത് പ്രശ്നങ്ങളെ പരിഹരിച്ച് ജീവിതത്തിൽ മുന്നിലേക്ക് പോകാൻ കർത്താവ് സഹായിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, നീ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അതുപോലെ മാരകമായ ചില രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് മാറ്റിക്കളയുന്നു. ഇൻ ജീസസ് നെയിം. അമിതമായ രോമ വളർച്ചയുള്ള ഹോർമോണൽ പ്രോബ്ലമുള്ള ചില വ്യക്തികൾ കർത്താവെ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ മുടി വല്ലാതെ പൊഴിഞ്ഞു പോകുന്ന ചിലരെയും കർത്താവ് ഈ സമയത്ത് കാണുന്ന യേശുവിൻ്റെ നാമത്തിൽ അവരെയും കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ. ക്യാൻസർ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഏത് ക്യാൻസർ ആയാലും സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ട്യൂമറുകൾ, അലർജികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിടുതലുണ്ടാകട്ടെ. ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നൂറുകണക്കിന് സൗഖ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുകയാണ്. ആസ്മ രോഗം സൗഖ്യമാകുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലുണ്ടാകുന്ന പാണ്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കിൻ ഡിസീസുകൾ മാറട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ കൂടെ ടോൺസിലൈറ്റിസ് വരുന്ന, തൊണ്ടയിൽ വീങ്ങുന്ന ആ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് വിശ്വാസത്താൽ അത് സ്വീകരിക്കുക. കർത്താവെ, അങ്ങ് വലിയ വിടുതലുകൾ ഓരോരുത്തർക്കും നൽകുന്നതിനാൽ നന്ദി. സാമ്പത്തിക വിടുതൽ നൽകണമേ. ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനം ഇല്ലാത്തവർക്ക് ഭവനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിടുതൽ ഓരോരുത്തർക്കും കർത്താവ് നീ പകർന്നതിനാൽ നന്ദി പറയുന്നു. വിടുതലിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് കട്ടപ്പനയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സാധ്യമാകുന്ന എല്ലാവരും തന്നെ വരണം. നാളെ കോതമംഗലത്തുണ്ട്. മാത്രമല്ല, ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന ആ പുസ്തകം, പ്രാർത്ഥനാ ജീവിതത്തിൽ കൈപിടിച്ച് നടത്തുന്ന ആ പുസ്തകം ആവശ്യമുള്ളവർക്ക് ലഭ്യമാണ്. ആശിഷമാരി എന്ന മറ്റൊരു പുസ്തകം ലഭ്യമാണ്. വിന്നേഴ്സ് ഫാക്ടറി വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകം. ഇതെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകും. തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. മാത്രമല്ല, കൊലോസ്യ ലേഖനത്തെ ആധാരമാക്കി നൽകപ്പെട്ട 40 സന്ദേശങ്ങൾ, 40 മണിക്കൂറിലധികം വരുന്ന സന്ദേശങ്ങളുടെ CD-കൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. തിങ്കളാഴ്ചയാണ് ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ ഞായറാഴ്ച അനേക സ്ഥലങ്ങളിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് വന്ന് കൂടുതൽ ആത്മീയമായി വളരാൻ, അനുഗ്രഹം പ്രാപിക്കാനും അതിലേക്ക് കൂടെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. സീ ഓൺ മൺഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.